Disclaimer: this feature is meant for entertainment purpose only. Resemblance to any person dead or alive is purely coincidental. Though Malayalam is extensively used in this feature, that will never be a barrier for the entertainment. നമസ്കാരം. സന്തോഷത്തിൻ്റെ ഈ വേളയിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരെത്തിനോട്ടം. നമ്മുടെ IT ജീവിതം കാണുന്നത് പോലെ മനോഹരമാണോ? നിങ്ങൾക്കും അറിയണ്ടേ ഈ വൈറ്റ് കോളർ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ? വരൂ, നമുക്കൊന്ന് കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. Mr. Krishna BP, your father is a farmer, but you opted for the software industry. Why? That is because, after a great consideration and consultation, I came to the conclusion that the socialist illusion was a great botheration to the Indian nation whose chief occupation was cultivation and irrigation. But with further contemplation and deliberation, I discovered that without globalization and exploration, there cannot be optimization to make India's transformation to a superpower nation. So... May I come in, madam? Oh. Sit down. ഇവിടെ അല്ലേ? ഓക്കെ. Why are you here? അതിപ്പോ എന്താ വെച്ചാല് ഐ ഗോട്ട് ആൻ അപ്പോയിന്റ്മെന്റ്. കാക്കണേ. Oh, so you're my new assistant. യെസ് മാഡം. You're a computer engineer? യെസ് മാഡം. Then why this job? വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പറ്റിയതാ. What? Rarara? What the hell is this? Get out! You sit down! Oof! Ali, I asked you to get out. Thank you, madam. Out! Oh. Yeah, tell me. സോറി, വീട്ടിലെ പ്രാരാബ്ദം മീൻസ് ഫാമിലി പ്രോബ്ലം. Okay, മനസ്സിലായി. So, you're ready to do any job? യെസ് മാഡം. Good. मैं is equal to whom, തും is equal to ഹോ. മേൻ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേൻ കർത്താവായിരിക്കുമ്പം ഹും ഹും. തും കർത്താവായിരിക്കുമ്പോ ഹും ഹോ ഹോ. അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടങ്ങിയ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ചീങ്ങുന്നുണ്ടോ?
ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? വായി നോക്കിക്കാതെ എന്തെങ്കിലും പണിയെടുക്കടാ. നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് അവർക്ക് തോന്നി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. കാലി കുരുവോ? എന്താണ് അവിടെ നിന്ന് പറഞ്ഞ? വാ, ആ ചുറ്റിക്ക് അവന്റെ കൊടുക്കും. നീ പോയി ഫർണിച്ചർ എടുത്ത് നോക്കിയാൽ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല, നീ പോ. നീ ഇങ്ങോട്ട് പോന്നു. ഫർണിച്ചർ എടുത്ത് വെക്കാൻ ഫർണിച്ചർ തൊട്ട് പോരുത്. കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ ഇങ്ങോട്ട് പോണു. ആണി പറിക്കേ? ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനോടല്ലേ പറഞ്ഞത്. പോയി പറ. നാശങ്ങള്. അരവിന്ദൻ ദർബാർ ഹാളി പണിയുന്നുണ്ട്. അവൻ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നുണ്ടോ പോയി നോക്കുമ്പോ. നീ ഭിത്തി ഒരിച്ച് കഴിയും. അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴിയട. ശിവകാമി ദേവി. Vikram, market. Yes, sir. Vikram, you note the distance between two bodies? How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Good. ഞാനിപ്പോ വന്നത് ആ മാഡം പിശാസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. നിനക്കെന്താ സംഭവിച്ചത്? ഇപ്പൊ മാഡത്തിന് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അനുകമ്പ, ഇത് മതി. ഇതിലൂടെ ഞാൻ പിടിച്ച് കയറും. ഒരു ചെറിയ പ്രമോഷനുമായിട്ട് ഞാൻ വരൂ. അനുകമ്പയോ? ആ പിശാചിനോ? മിക്കവാറും. ഇന്ന് മുതൽ ഞാൻ മാഡത്തിന്റെ പെറ്റാണ്. വിഷ് മീ ലക്ക്. ഓൾ ദ ബെസ്റ്റ്. മേ ഐ കം ഇൻ മാഡം? ലുക്ക് മിസ്റ്റർ മനു, തൽക്കാലം ഞാൻ തന്നെ പിരിച്ചുവിടുന്നില്ല. പക്ഷേ മേലിൽ ഡോണ്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മാഡം. യെസ്, ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. നിന്റെ കയ്യിലുള്ള ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് സൂക്ഷിക്കൽ നിന്റെ കടമയാണ്. അതിന് പറ്റില്ലെങ്കിൽ ഈ ജോലിക്ക് നിൽക്കരുത്. ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഡോക്യുമെന്റ്സ് ഹാർഡ് കോപ്പി ആക്കി ഓഫീസ് ലോക്കറിൽ വേണം വെക്കാൻ. അതാണ് രീതി. യു കാൻ ട്രസ്റ്റ് ദീസ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിനക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തോടെ? അതെങ്ങനെയാ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാത്തിനും വെറും കുറെ എക്സ്ക്യൂസസ്. Why do you bloody lazy fools come to work? Just to make some money? Otherwise you can sit at home, right? You won't be getting another chance. Did you understand? Okay, Now go madam. back and do your work. Thank you, madam. Actually, Oh, just get out of here, man. കിട്ടിയോ എന്താ പ്രൊമോഷൻ? വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യം എല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ അവിടെ ഉണ്ട് സാർ. ISI മാർക്ക് സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ, അപ്പൊ കാണും മാർക്ക്. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിംഗിന്റെ കാര്യത്തിലോ? രണ്ടിലും സാർ. ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും സാർ. അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം. ഈ അന്വേഷണം വിജയകരമാക്കി തീർത്തതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് പറയാമോ? നോക്കൂ, വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുക്കമാണ്, അല്ലേ? അതെ, തൽക്കാലം ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് വിശ്രമം വേണം.
சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்திலு மாட்டி புடிச்சு பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்திலு மாட்டி புடிச்சு பிஸ்தாஸ் மாக்கிரா சோமாரி ஜமாக்கிரா